Welcome to Semester 3 Electronics for BSc Main Physics students. Semester 3 Electronics, BSc Main Physics students. And today we see the new chapter number 26 in BL3, the Field Effect Transistor, FET. FET is also called JFET here, Field Effect Transistor. Semester 3, BSc Physics Main. This is Complementary Electronics. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ 3 ടോപ്പിക്കാണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയും. FET എന്ന് ചുരുക്ക പേരിൽ പറയും. FET പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന് ജംഗ്ഷൻ FET, ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. മറ്റൊന്ന് മോസ്ഫെറ്റ് MOS FET, ഫീൽഡ് എഫക്റ്റ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. വി സി FET or junction FET first. What is field effect transistor? And here is we begin an essay type question. It is an important essay, and the question we write first, previous question we write first, and then we discuss the answer. What is the type of question? You see the question. This is the question here. A previous year question. Explain the principle of working of FET. Define the terms pinch of voltage, pinch PINCH -OFF, pinch of voltage, and gate source cut off voltage. What is the advantages of FET over BJT? Question മനസ്സിലാക്കുക. Explain the principle of working of FET. Define the terms pinch of voltage and gate source cut off voltage. Gate source cut off voltage. What are the advantages ഓഫ് FET ആൻഡ് BJT? അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്കറിയാം NPN ട്രാൻസിസ്റ്റർ, PNP ട്രാൻസിസ്റ്റർ, അവയെല്ലാം പൊതുവേ BPT അല്ലെങ്കിൽ BJT എന്ന് പറയും. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അത് കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസുകളാണ്. എന്നാൽ ഫീൽഡ് എഫക്റ്റ് ഡിവൈസ് പുതിയ ട്രാൻസിസ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. നേരത്തെ പഠിച്ച ഈ BJTയുമായിട്ട് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, NPN PNP ട്രാൻസിസ്റ്റർ, അവയുമായി ആ ട്രാൻസിസ്റ്റേഴ്സുമായിട്ട് ചെറിയ വ്യത്യാസമുള്ള ഒരു ട്രാൻസിസ്റ്ററാണ് ഇനി പഠിക്കുന്നത്. പേര് JFET ഓർ സിംപ്ലി FET. FET മീൻസ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ തന്നെ ഇവിടെ രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് N ചാനൽ FET, മറ്റൊന്ന് P ചാനൽ FET. ആ ഫസ്റ്റ് ഡയഗ്രത്തിൽ FET ഡയഗ്രത്തിലാണ് രണ്ടും വരച്ചിരിക്കുന്നത്. ആ ഫസ്റ്റ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് N ചാനൽ FET ആണ്. N ചാനൽ FET. രണ്ടാമത്തെ പടത്തിൽ കൊടുത്തിരിക്കുന്നത് P ചാനൽ FET ആണ്. അപ്പോൾ FETയുടെ നമ്മൾ കാണാൻ പോകുന്ന കാര്യമാണ്. FETയുടെ പ്രധാനപ്പെട്ട ഭാഗം, ആ ലെഫ്റ്റ് ഫിഗർ നോക്കുക. FETയുടെ പ്രധാനപ്പെട്ട ഭാഗം ഒരു N ടൈപ്പ് ബാറാണ്. N ചാനലാണെങ്കിൽ ഒരു N ടൈപ്പ് ബാർ, അതിന് ചാനൽ എന്ന് പറയും. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് P ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യും. എന്നിട്ട് പിയും എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു കോമൺ ടെർമിനൽ കൊടുക്കും. എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ കണക്ഷൻ ആയിരിക്കും. അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഗേറ്റ് G എന്ന് പറയും. ഈ ചാനലിൻ്റെ ബാറിൻ്റെ ഒരറ്റത്തെ നമ്മൾ ഡ്രെയിൻ എന്ന് പറയും, മറ്റേ സോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് FET എന്ന് പറഞ്ഞാൽ ഒരു 3 ടെർമിനൽ ഡിവൈസാണ്. FET 3 ടെർമിനൽ ഡിവൈസാണ്. N ചാനൽ FET ആണെങ്കിൽ മിഡിൽ സെക്ഷൻ ബാറ് N ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. അതുപോലെ ഇപ്പോഴത്തെ P ചാനൽ FET ആണ്. അതിൻ്റെ മിഡിൽ ബാർ P ടൈപ്പ് ആയിരിക്കും. രണ്ട് സൈഡിലും N ടൈപ്പ് ആണ് നമ്മൾ ഡോപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നത്. Nനും ഇൻറ്റേർണലായി കണക്ട് ചെയ്യും. അതിനെ ഗേറ്റ് എന്ന് പറയും. ഈ ബാറിന് രണ്ടറ്റം, ഒന്നാമത്തെ അറ്റത്തെ നമ്മൾ ഡ്രെയിൻ എന്നും D എന്നും, രണ്ടാമത്തെ അറ്റത്തെ നമ്മൾ സോഴ്സ് എന്ന് പറയും. ഈ ഡ്രെയിനും സോഴ്സും ഇൻ്റർചേഞ്ചബിളാണ്. ഡ്രെയിൻ സോഴ്സും നമ്മൾ മാറി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ താഴെ പറയുന്നത്. എ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഇസ് എ 3 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ഇൻ വിച്ച് കറണ്ട് കണ്ടക്ഷൻ ഈസ് ബൈ വൺ ടൈപ്പ് ഓഫ് കാരിയർ, ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. അതായത് ഈ FET എന്ന് പറഞ്ഞാൽ FETയിൽ കറണ്ട് കണ്ടക്ഷൻ ഒരു ടൈപ്പ് കാരിയറുകൾ. ഇവിടെ കാരിയർ കോമ്പിനേഷൻ ഇല്ല. ഒന്നെങ്കിൽ ഇലക്ട്രോൺസ് മാത്രം അല്ലെങ്കിൽ ഹോൾസ് മാത്രം. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച BJTയിൽ അല്ലെങ്കിൽ അവിടെയുള്ള PNP അല്ലെങ്കിൽ NPNകത്ത് ഈ ചാർജ് കമ്പൈൻ ചെയ്യും. ഒരു 5% മൈനോറിറ്റി കാരിയർ കമ്പൈൻ ചെയ്യുന്ന ഒരു കാര്യം പറയാറുണ്ട്.
അങ്ങനെയുള്ള കോമ്പിനേഷനൊന്നുമില്ല. ഇതിനകത്ത് ഒറ്റ ടൈപ്പ് കാരിയറേ ഉള്ളൂ, ഒന്നുകിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ്. എൻ ചാനലാണെങ്കിൽ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയർ. ഇവിടെ മെജോറിറ്റി എന്ന് പറയേണ്ട കാര്യമില്ല, സിംഗിൾ കാരിയർ മാത്രം. അപ്പോൾ എൻ ചാനലാണെങ്കിൽ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയർ, പി ചാനൽ ആണെങ്കിൽ അവിടെ ഹോൾസ് ആണ് കാരിയർ. യു റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. A field effect transistor is a three-terminal semiconductor device in which current conduction is by one type of carrier, that is electrons or holes. The current conduction is controlled by means of electric field between gate electrode and conducting channel of the device. അതാണ് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്. എന്തുകൊണ്ട് ഈ ഡിവൈസിനെ നമ്മൾ ഫീൽഡ് എഫക്റ്റ് ഡിവൈസ്, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു സെൻറ്റൻസാണ് ഉത്തരം. വൈ ആൻ FET ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഈസ് കോൾഡ് സോ? എൻ്റെ ആൻസർ ഇതാണ്. ദ കറണ്ട് കണ്ടക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് ഇസ് ആൻസർ. ദ കറണ്ട് കണ്ടക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്, സോ ഇറ്റ് ഈസ് കോൾഡ് ഫീൽഡ് എഫക്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് between gate electrode and the conducting channel of the device. The FET has high input impedance and a low noise level. ഒരു FETയുടെ പ്രത്യേകത അതിന് ഹൈ ഇൻപുട്ട് ഇമ്പഡൻസ് ഉണ്ട്, ലോ നോയ്സ് ലെവലാണ്. FET consists of a P-type or N-type silicon bar. A P-type or N-type silicon bar. A P-type or N-type silicon bar containing two p-n junctions at the sides are shown in the figure. The bar forms the conducting channel. ബാറിനെയാണ് നമ്മൾ കണ്ടക്റ്റിംഗ് ചാനൽ എന്ന് വിളിക്കുന്നത്. The bar forms the conducting channel for the charge carriers. If the bar is of N-type, it is called N-channel FET. If the bar is of P-type, it is called P-channel FET. The p-n junction forming diodes are connected internally by a common terminal called gate G. അപ്പോൾ രണ്ട് സൈഡിലുള്ള ആ p-n ജംഗ്ഷൻ, ആ P-type, അത് നമ്മൾ ഇന്റേണലായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ഒരു കോമൺ ടെർമിനൽ G എന്ന് മാർക്ക് ചെയ്യും. ജിയെ വിളിക്കുന്ന പേരാണ് ഗേറ്റ്. ദി അതർ ടെർമിനൽസ് ആർ സോഴ്സ് S and drain D. Drain D taken out from the bar are shown in figure. Thus FET has three terminals, namely gate G, source S and drain D. FETക്ക് 3 ടെർമിനലാണ് ഉള്ളത്. ട്രാൻസിസ്റ്ററിൽ എമിറ്റർ, ബേസ്, കളക്ടർ എന്ന് പറയുന്ന പോലെ ഇവിടെയുള്ളൊരു 3 ടെർമിനലാണ് സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ എന്ന് പറയുന്നത്. ദ സോഴ്സ് ആൻഡ് ദി ഡ്രെയിൻ ആർ ഇൻ്റർചേഞ്ചബിൾ. സോഴ്സ് എസ് എന്ന് പറയും, ഡ്രെയിൻ ഡി എന്ന് പറയും. അവ പരസ്പരം മാറ്റാവുന്നതാണ്, ഇൻ്റർചേഞ്ചബിൾ ആണ്. ഇനി അടുത്ത വർക്കിംഗ് FET. FETയുടെ പ്രവർത്തനം എന്താണ്? ഫിഗർ ഷോസ് ദ സർക്യൂട്ട് ഓഫ് ദി FET വിത്ത് നോർമൽ പോളാരിറ്റീസ്. നോർമൽ പോളാരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു FETയുടെ ഡയഗ്രമാണ് ഇനി പറയുന്ന പേജിൽ നമ്മൾ കൊടുക്കുന്നത്. ഇത് സർക്യൂട്ട് വർക്ക്സ് ആസ് ഫോളോസ്. സർക്യൂട്ട് ഇങ്ങനെ പ്രവർത്തിക്കും. നോക്കുക, ഇത് ഒരു N-ചാനൽ FETയുടെ പ്രവർത്തനം വിശദമാക്കുന്ന ഒരു ഡയഗ്രാണ്. നമുക്ക് N-ചാനൽ FET ഇവിടെ വരച്ചിരിക്കുകയാണ്. ചാനൽ ഇവിടെ N-type ആണ്. രണ്ട് സൈഡിലും P നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ആ പിയും നമ്മൾ ഇന്റേണലി കണക്ട് ചെയ്യുന്നതാണ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് G. അപ്പോൾ ഗേറ്റിലേക്ക് ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഗേറ്റും സോഴ്സും തമ്മിലൊരു ബാറ്ററി ഉണ്ട്. അതേപോലെ അപ്പോൾ ആ ബാറ്ററി നമ്മൾ VGS ആണ്. ഗേറ്റും സോഴ്സും തമ്മിലൊരു ബാറ്ററി പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് VGS എന്ന് പറയും, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അത് വേരിയബിളാണ്.
അതുപോലെ മുകളിലുള്ള ഡ്രെയിനും താഴെയുള്ള സോഴ്സും തമ്മിൽ മറ്റൊരു ബാറ്ററി ഉണ്ട്. അത് VDS. ആ ബാറ്ററി VDS എന്ന് പറയും. VDS. അപ്പോൾ ചാനൽ തമ്മിൽ VDSും ഗേറ്റും സോഴ്സും തമ്മിൽ ഒരു VGSും കൊടുത്തിട്ടുണ്ട്. VGS വേരിയബിളാണ്. വർക്കിംഗ് അത് 2 കേസായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം പറയുന്നത് വെൻ VGS നോട്ട് അപ്ലൈഡ്, നമ്മൾ VGS കൊടുത്തില്ല എങ്കിൽ, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൊടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. The working we explain in 2 steps. First step is when VGS not applied. When a voltage is applied between drain and source, the 2 PN junctions at the sides of the bar establish depletion regions. നമ്മൾ ബാറ്ററി കൊടുക്കുക. അപ്പോൾ 2 PN ജംഗ്ഷൻ ഉണ്ടല്ലോ, N കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് 2 PN ജംഗ്ഷനാണ്. അവിടെ ഡിപ്ലീഷൻ റീജിയൻസ് ഡെവലപ്പ് ചെയ്യും. Electrons will flow from S to D, source to drain through the channel. സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയുള്ള BJTയിലെ എമിറ്റർ പോലെയാണ്. ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ BJTയിലെ കളക്ടർ തുല്യമാണെന്ന് വേണമെങ്കിൽ പറയാം, ടെർമിനൽ കമ്പാരിസൺ നടത്തിയാൽ. അതുപോലെ ബേസിന് പകരമാണ് ഇവിടെ ഗേറ്റ് വരുന്നത്. Electrons will flow from S to D, source to drain through the channel. The size of the depletion layers determine the width of the channel. ചാനലിൻ്റെ വീതി നിർണ്ണയിക്കുന്നത് ആ ഡിപ്ലീഷൻ ലെയേഴ്സാണ്. ആൻഡ് ഹെൻസ് ദി ചാനൽ കണ്ടക്ഷൻ. ഇപ്പോൾ ഡിപ്ലീഷൻ ലെയർ വലുതായാൽ അല്ലെങ്കിൽ അത് ചുരുങ്ങിയാൽ ചാനൽ കണ്ടക്ഷനെ, കറണ്ട് കണ്ടക്ഷനെ ബാധിക്കും. അതാണ് അപ്പോൾ ചാനലിൻ്റെ വിടുത്താണ് തീരുമാനിക്കുന്നത് എത്ര കറണ്ട് കടന്നു പോകണം എന്നത്. അപ്പോൾ ഒരു പോയിൻ്റ് നമ്മൾ VGS നോട്ട് അപ്ലൈഡ് പറഞ്ഞു. ഇനി VGS കൊടുത്താൽ, അപ്പോൾ അവിടെ VDS കൊടുത്തുകൊണ്ടാണ് ഈ കണ്ടക്ഷൻ നടത്തുന്നത്. VGS കൊടുത്തില്ലെങ്കിൽ അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാകും. ആ ഡിപ്ലീഷൻ റീജിയൻ അനുസരിച്ച് ഒരു കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി VGS കൊടുത്താൽ, അതാണ് അടുത്ത പോയിന്റ്. നമ്പർ 2, വെൻ VGS അപ്ലൈഡ്. അപ്പോൾ നമ്പർ 1, വെൻ VGS നോട്ട് അപ്ലൈഡ്. നമ്പർ 2, വെൻ VGS ഈസ് അപ്ലൈഡ്. അപ്പോൾ VGS അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കും, വെൻ ദ റിവേഴ്സ് വോൾട്ടേജ് VGS, അത് റിവേഴ്സായിട്ട് കൊടുക്കണം. പിയിലേക്ക് അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ വരണം VGS ബാറ്ററിയുടെ. വെൻ ദ റിവേഴ്സ് വോൾട്ടേജ് VGS is applied, the width of the depletion layer is increased. This reduces the channel width. ഇത് ചാനൽ വിടുത്ത് കുറക്കും. ആൻഡ് ഹെൻസ് ദി കറണ്ട് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ ID. ഈ സോഴ്സ് ടു ഡ്രെയിൻ കറണ്ടിനെ നമ്മൾ ഡ്രെയിൻ കറണ്ടോ അല്ലെങ്കിൽ ഡ്രെയിൻ സോഴ്സ് കറണ്ടോ എന്ന് പറയാം. സോഴ്സ് ടു ഡ്രെയിൻ കറണ്ടിനെ ഡ്രെയിൻ കറണ്ടോ അല്ലെങ്കിൽ ഡ്രെയിൻ സോഴ്സ് കറണ്ടോ എന്ന് പറയാം. അതിന് സിമ്പിൾ ID അല്ലെങ്കിൽ IDs എന്ന് പറയും. Current from source to drain, ID or IDS, is decreased. On the other hand, if reverse voltage VGS is decreased, the current increases. ഇപ്പോൾ VGS ഇൻക്രീസ് ചെയ്താൽ കറണ്ട് ഡിക്രീസ് ചെയ്യും, VGS ഡിക്രീസ് ചെയ്താൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും. It is clear from the above discussion that the current from source to drain can be controlled by the application of potential. Potential means electric field or electric field. നമുക്കറിയാമല്ലോ, പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ E=B/D ആണ്. ഒരു പൊട്ടൻഷ്യൽ കൊടുത്താൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഗേറ്റ്. ഫോർ ദിസ് റീസൺ, ഈ കാരണം കൊണ്ട്, ഫോർ ദിസ് റീസൺ ദി ഡിവൈസ് ഈസ് കോൾഡ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫീൽഡാണ് കറണ്ട് കൺട്രോൾ ചെയ്യുന്നത്. ഫീൽഡ് കറണ്ട് കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ, ഈ ഡിവൈസിനെ നമ്മൾ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കും. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ്
എ പി ചാനൽ, ഇപ്പോൾ നമ്മൾ ഇൻ ചാനലിൻ്റെ ആക്ഷനാണ് വർക്കിംഗ് പറഞ്ഞത്. ഇനി പി ചാനൽ എങ്ങനെ ഇരിക്കും? ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് എ പി ചാനൽ FET വർക്ക്സ് ഓൺ ദി സെയിം മാനർ ആസ് ഇൻ ചാനൽ FET. ഇൻ ചാനൽ FET പോലെ തന്നെയാണ് പി ചാനൽ FET പ്രവർത്തിക്കുന്നത്. പക്ഷെ ഒരു മാറ്റമുണ്ട്. എക്സെപ്റ്റ് ദാറ്റ് the channel current conduction, channel current carriers are holes. P channel FETയിൽ current carriers holes ആണ്. N channel FETയിൽ current carriers electrons ആണ്. So in a P channel FET current carriers are holes instead of electrons. On the other hand, the polarities of VGS and VDS must be reversed. അപ്പോൾ P channel FETയിൽ ബാറ്ററി പിടിപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ എൻ ചാനൽ പിടിപ്പിച്ചിരുന്നത് വ്യത്യസ്തമായിട്ട് പൊളാരിറ്റി മറിച്ച് കണക്ട് ചെയ്യണം. ഇനി സിമ്പിൾ ഓഫ് FET സിമ്പിൾ വരയ്ക്കാനായിട്ട് ഷോർട്ട് ആൻസറായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. FET സിമ്പിൾ ഏതാണ്ട് ട്രാൻസിസ്റ്റർ സിമ്പിൾ പോലെ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ട്രാൻസിസ്റ്റർ സിമ്പിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ വട്ടം വരച്ച ഒരു കെ പോലെ അതിനകത്ത് ചെയ്തിട്ട് കെ പോലെ അകത്ത് വരച്ചിട്ട് നമ്മൾ എമിറ്റർ ബേസ് കളക്ടർ എന്ന് മാർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ അതേപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ വരയ്ക്കുന്നത് കെ അല്ല, കെയ്ക്ക് പകരം ഏതാണ്ട് സിമിലാരിറ്റി ഉള്ള ടൈപ്പ് ഒരു പടമാണ് വരയ്ക്കുന്നത്. ഗേറ്റ് പുറത്തുനിന്ന് വരണം, ബേസ് പോലെ പുറത്തുനിന്ന് വരണം. അതൊരു ആരോ അകത്തേക്ക് കൊടുത്തിട്ടുണ്ട്, ഡ്രെയിനുണ്ട്, സോഴ്സ് ഉണ്ട് താഴെ. ഇതാണ് സിമ്പിൾ. അപ്പോൾ ഇത് എൻ ചാനലാണ്. എൻ ചാനൽ FET, അടുത്ത പടം പി ചാനൽ ഉള്ള വ്യത്യാസം പറഞ്ഞാൽ ആ ഗേറ്റിലെ വ്യത്യാസം മാത്രമാണ്. ആരോ പുറത്തേക്ക് ഇട്ടാൽ അത് പി ചാനൽ FET ആണ് ഗേറ്റിൽ, ആരോ അകത്തേക്ക് ഇട്ടാൽ എൻ ചാനൽ FET ആണ്. ആരോ ഇടുന്നത് ആ സർക്കിളിനുള്ളിൽ തന്നെ ഇടണം, പുറത്തിട്ടാൽ പോരാ. ഇപ്പോൾ സർക്കിളിനുള്ളിൽ ഗേറ്റിൽ ആരോ അകത്തേക്ക് ഇട്ടാൽ അത് എൻ ചാനൽ FET, ഗേറ്റിൽ ആരോ പുറത്തേക്ക് ഇട്ടാൽ അത് പി ചാനൽ FET. രണ്ട് ഡയഗ്രവും സെയിമായിട്ട് അപ്പിയർ ചെയ്യും. രണ്ടിലും ഉള്ളത് 3 ടെർമിനലാണ്, ആ സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ്. The symbols of FET are shown in the figure. The vertical line, നേരെ വെർട്ടിക്കൽ ലൈൻ ഉണ്ടല്ലോ, ആ സർക്കിളിനകത്തൊരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. The vertical line in the symbol may be thought as channel. ആ വെർട്ടിക്കൽ ലൈനെ നമുക്ക് ചാനൽ ആയി വിചാരിക്കാവുന്നതാണ്. The source and drain are connected to this line. സോഴ്സും ഡ്രെയിനും ഈ ലൈൻ കണക്ട് ചെയ്യും. ഇത് എൻ ചാനൽ FET, ഫോർ എൻ ചാനൽ FET the arrow in the gate is inverse. Arrow in the gate is inverse. And P channel FET arrow is outwards. ഇനി FET ക്യാരക്ടറിസ്റ്റിക്സ്, FETയുടെ കർവുകളാണ്. FETക്ക് നമ്മൾ 2 സെറ്റ് കർവാണ് പറയുന്നത്. എന്താണ് നോക്കുക, അതിന് കൂടെ തന്നെ നമുക്ക് പിഞ്ച് ഓഫ് വോൾട്ടേജും ഗേറ്റ് സോഴ്സ് കട്ട് ഓഫ് വോൾട്ടേജിൻ്റെ ഡെഫിനിഷനും പഠിക്കണം. പിഞ്ച് ഓഫ് വോൾട്ടേജ് ആൻഡ് ഗേറ്റ് സോഴ്സ് കട്ട് ഓഫ് വോൾട്ടേജും പഠിക്കണം. ഈ കർവ് വരച്ചതിന് ശേഷം FET ഹാസ് 2 സെറ്റ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. One is the drain characteristics and other is the transfer characteristics. 2 തരം കർവ്സാണുള്ളത്. ഒന്ന് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അതർ ഈസ് ദി ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം വരയ്ക്കുകയാണ്. ദിസ് ഈസ് നോൺ ആസ് ദി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. ഔട്ട്പുട്ട് പേര് നോക്കുക. ഒന്നാമത്തെ പടമാണ് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് നമ്മൾ എടുക്കുന്നത്? നമ്മൾ VDS ആണ് എക്സാക്സിൽ എടുക്കുന്നത്. VDS ആദ്യ പടത്തിൽ ആ VDS ചിലപ്പോൾ മറന്നിരിക്കുകയാണ്. താഴെ എക്സാക്സിൽ VDS ആണ് ആരോ ഇട്ടിട്ട് വരത്തുള്ള VDS. വൈആക്സിൽ നമ്മൾ വരച്ചിരിക്കുന്നത് ID ആണ്. ID. അപ്പോൾ VDS ID കറണ്ടാണ്. ID ആണ്. ID അതിന് താഴെ ആരോ ഇട്ടിരിക്കുന്നതാണ്. ID on the y-axis and VDS on the x-axis.
ഈ കർവ് വരയ്ക്കുന്നത് ഓരോ കോൺസ്റ്റൻറ്റ് വി ജി എസ് വാല്യൂവിനാണ്. ഓരോ കോൺസ്റ്റൻറ്റ് വി ജി എസ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനാണ് ഓരോ കർവും വരയ്ക്കുന്നത്. ഫസ്റ്റ് കർവ് വി ജി എസ് 0 ആയിരിക്കുമ്പോൾ, സെക്കൻഡ് കർവ് വി ജി എസ് -1 വോൾട്ട് ആയിരിക്കുമ്പോൾ, തേർഡ് വി ജി എസ് -2 വോൾട്ട് ആയിരിക്കുമ്പോൾ അങ്ങനെയാണ് വരയ്ക്കുന്നത്. നെഗറ്റീവ് വോൾട്ടേജ് കേട്ടോ, നെഗറ്റീവ് വോൾട്ടേജാണ് കൊടുക്കുന്നത്. കാരണം റിവേഴ്സ് ബയസിലാണ് വി ജി എസ് വരുന്നത്. അപ്പോൾ ഒരു സെറ്റ് കർവ് നോക്കിക്കുക. ഒന്നാമത്തെ കർവ് വി ജി എസ് 0യുടെ കർവ് നോക്കിക്കുക. നമ്മൾ വി ഡി എസ് കൂട്ടുമ്പോൾ താഴെ എക്സ് ആക്സിൽ വി ഡി എസ് ആണ്. അതൊന്ന് കാണാവുന്ന പോലെ ഒന്ന് മാറ്റി എഴുതിക്കൊള്ളണം. വി ഡി എസ് ആണ് കേട്ടോ, അതിപ്പോൾ മറഞ്ഞു കിടക്കുകയാണ്. എക്സിൽ ഐ ഡി. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫസ്റ്റ് കർവ് നോക്കിയാൽ ഈ വി ഡി എസ് ക്രമേണ കൂട്ടുകയാണെങ്കിൽ കറണ്ട് പെട്ടെന്ന് റൈസ് ചെയ്യുന്ന കാണാം. റൈസ് ചെയ്തൊരു പി എന്നൊരു പോയിൻ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വി ഡി എസ് കൂട്ടിയാലും കറണ്ടിന് കാര്യമായി മാറ്റില്ല. കാരണം ആൾമോസ്റ്റ് ഹോറിസോണ്ടലാണ്, മാറ്റമില്ലാത്ത ഒരു പോർഷൻ കിട്ടും ആ പി കഴിഞ്ഞ് വലത്തോട്ട്. ആ പി ഇപ്പോൾ എല്ലാ കർവും അങ്ങനെ തന്നെ. എല്ലാ കർവിലും ഷേപ്പ് ആദ്യം വി ഡി എസ് കൂട്ടുമ്പോൾ കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. പിന്നെ ആ കറണ്ട് ലൈൻ ഫ്ലാറ്റായിട്ട് നിൽക്കും, കോൺസ്റ്റൻ്റായിട്ട് നിൽക്കും. അപ്പോൾ ടോപ്പ് കർവിൽ ബി ജി എസ് 0 ആയിരിക്കുമ്പോൾ ഒരു പോയിൻ്റ് ഉണ്ട്, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന പോയിൻ്റ്. ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിനെ വി പി എ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. വി ജി എസ് 0 ആകുമ്പോൾ ഏത് വോൾട്ടേജിൽ വെച്ചാണ് ഈ ഡ്രെയിൻ കറണ്ട് ഫ്ലാറ്റ് ആകുന്നത്, കോൺസ്റ്റൻ്റ് ആകുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. രണ്ടാമത്തെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇവിടെ ഐഡിയാണ് മുകളിലോട്ട് എടുക്കുന്നത്. വൈ ആക്സിൽ നമ്മൾ വി ജി എസ് എടുക്കും. പോസിറ്റീവ് വി ജി എസ് വലത്തോട്ടും നെഗറ്റീവ് വി ജി എസ് ഇടത്തോട്ടും എടുക്കണം. വരയ്ക്കുന്നത് ഓരോ കോൺസ്റ്റൻറ്റ് വി ഡി എസിലാണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വി ഡി എസിൽ വരച്ചിരിക്കുന്ന ഒരു കർവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐ ഡി ഓൺ ദി വൈ ആക്സിസ് ആൻഡ് വി ജി എസ് ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ആദ്യം പറയുന്നത് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് curves connecting VDS and ID are constant VGS values. ഈ ഐഡിയ നമ്മൾ ഐ ഡീസ് എന്ന് പറയാം കേട്ടോ. ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് എന്നാണ്. ഡ്രെയിൻ സോഴ്സ് കറണ്ട് എന്നാണ് ഐ ഡീസിൻ്റെ അർത്ഥം. ആ 2 ലെറ്റർ എഴുതാതിരിക്കാൻ വേണ്ടി നമ്മൾ ഐ ഡി എന്ന് പറയും. ഐ ഡി ഇസ് ഡ്രെയിൻ കറണ്ട്, സോഴ്സ് ടു ഡ്രെയിൻ കറണ്ടാണത്. അപ്പോൾ ഒന്നാമത്തെ പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് പിഞ്ച് വോൾട്ടേജ് കാണാം. പിഞ്ച് വോൾട്ടേജ് ഇൻ ദിസ് കർവ് ഫോർ വി ജി എസ് 0, ടോപ്പ് കർവ് ഞാൻ പറഞ്ഞില്ലേ, വി ജി എസ് 0, ദ പൊസിഷൻ പി അറ്റ് വിച്ച് ഐ ഡി ബിക്കംസ് കോൺസ്റ്റൻറ്റ്, അത് ഹോറിസോണ്ടലാകുന്നത്. ഐ ഡി ബിക്കംസ് കോൺസ്റ്റൻറ്റ് ഈസ് നോട്ടഡ്. ഐ ഡി കോൺസ്റ്റൻ്റ് ആകുന്ന പി എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യുക പടത്തിൽ. ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് വി ഡി എസ് താഴെ നോക്കണം. വി ഡി എസ് ഈസ് നോൺ ആസ് പിഞ്ച് ഓഫ് വോൾട്ടേജ് വി പി. അപ്പോൾ ഐ ഡി നോക്കിയാൽ കർവ് നോക്കിയാൽ ഐ ഡി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ബി ജി എസ് 0യിൽ ഐ ഡി കോൺസ്റ്റൻ്റ് ആകുന്ന പോയിൻ്റാണ് പി. ആ പിക്ക് താഴെയുള്ള വോൾട്ടേജാണ് വി പി. വി ഡി എസിൻ്റെ ഒരു വാല്യൂ ആണ്, വി ഡി എസിൻ്റെ ഒരു വാല്യൂ ആണ് ബി പി എന്ന് പറയുന്നത്. അതിന് പിഞ്ച് വോൾട്ടേജ്. അടുത്തത് ഗേറ്റ് സോഴ്സ് കട്ട് ഓഫ് വോൾട്ടേജ്. ദ വാല്യൂ ഓഫ് വി ജി എസ് അറ്റ് വിച്ച് ഐ ഡി ഈസ് ഈക്വൽ ടു 0 ഈസ് കോൾഡ് ഗേറ്റ് സോഴ്സ് കട്ട് ഓഫ് വോൾട്ടേജ്. അതും ഫസ്റ്റ് കർവ് നോക്കിയാൽ മനസ്സിലാകും. ഫസ്റ്റ് കർവിൽ തന്നെ നമ്മൾ ആദ്യം വി ജി എസ് 0, പിന്നെ വി ജി എസ് ഇസ് -1, വി ജി എസ് ഇസ് -2 അങ്ങനെ എടുത്തെടുത്ത് കീഴ്പോട്ട് വരുമ്പോഴേ ഒരു പ്രത്യേക വി ജി എസ് വാല്യൂവിന് ഐ ഡി പൂജ്യമാകും. ഒരു പ്രത്യേക വി ജി എസ് വാല്യൂവിന് ഐ ഡി പൂജ്യമാകും. അങ്ങനെ ഏത് കോൺസ്റ്റൻ്റ് വി ജി എസ് നെഗറ്റീവ് വാല്യൂവിനാണ് ഐ ഡി പൂജ്യമാകുന്നത്, ആ വി ജി എസ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഗേറ്റ് സോഴ്സ് കട്ട് ഓഫ് വോൾട്ടേജ്. ആ പേര് കേട്ടോ അറിയാം, കട്ട് ഓഫ്. എന്താണ് കട്ട് ഓഫ്? കറണ്ട് ഈസ് കട്ട് ഓഫ്. വിച്ച് കറണ്ട് ഈസ് കട്ട് ഓഫ്? ഐ ഡി ഈസ് കട്ട് ഓഫ്. വെൻ ദിസ് വാല്യൂ ഇസ് കട്ട് ഓഫ്? വെൻ വി ജി എസ് ബിക്കംസ് എ പർട്ടിക്കുലർ വാല്യൂ. അപ്പോൾ ഗേറ്റ് സോഴ്സ് കട്ട് ഓഫ് വോൾട്ടേജ് അതിൻ്റെ സിമ്പിളാണ് വി ജി എസ് ഓഫ്. വി ജി എസ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് മീൻസ് കട്ട് ഓഫ്. ദ വാല്യൂ വി ജി എസ് അറ്റ് വിച്ച് ഐ ഡി ഈസ് ഈക്വൽ ടു 0 is called the gate source cut off voltage and it is denoted by VGS off. അപ്പോൾ ഈ ഗേറ്റ് സോഴ്സ് കട്ട് ഓഫ് വോൾട്ടേജ് നമ്മൾ വരയ്ക്കുന്ന വി ജി എസ് ഓഫ്സെറ്റ് എന്നാണ്, വി ജി എസ് ഓഫ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് വി ജി എസ് കട്ട് ഓഫ്
VGS offset, VGS cutoff, VGS offset, modulus is equal to VP. VGS offset അത് നെഗറ്റീവ് വാല്യൂ ആണ്. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ VPക്ക് തുല്യമാണ്, പിഞ്ച് ഓഫ് വോൾട്ടേജ് തുല്യമാണ്. ഇനി അടുത്തത് ട്രാൻസ്ഫർ ക്യാരക്ടേഴ്സ്. അത് നമ്മൾ രണ്ടാമത്തെ പഠിക്കേണ്ടതാണ്. It is the set of VGS ID curve at a constant VDS. To draw this, VDS is kept constant, say 10 volt, then VGS values are changed from -1, -2, -3, etc. And corresponding ID values are noted. Then the curve is drawn which gives transfer characteristics of FET. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ട്. FET ഇക്വേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. FET ഇക്വേഷൻ ഫോർ FET ഡ്രെയിൻ കറണ്ട് ഐഡിയൽ ഇക്വേഷനാണ്. ഇതിനെ വിളിക്കുന്ന പോലെ ഷോക്ക്ലെസ് ഇക്വേഷൻ പറയും. ഷോക്ക്ലെസ് ഇക്വേഷൻ SHOCKLEY ഷോക്ക്ലെസ് ഇക്വേഷൻ. ഷോക്ക്ലെസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ഇത് ഈ CSIR ചോദിക്കുന്ന ഇക്വേഷനാണ്. ഇതിൻ്റെ പ്രോബ്ലമൊക്കെ ചോദിക്കാറുണ്ട് ഷോക്ക്ലെസ് ഇക്വേഷൻ വെച്ച്. വെരി ഇമ്പോർട്ടൻറ്റ്. CSIR ക്വസ്റ്റ്യനാണ് ഷോക്ക്ലെസ് ഇക്വേഷൻ. ഇത് റിലേഷൻ ഈസ് ID is equal to IDSS into 1 minus VGS by VP the square. Drain current is equal to IDSS into 1 minus VGS by VP the square, where ID is the drain current, IDSS is the drain source saturation current, and VGS is the gate source voltage, and VP is the pinch of voltage. ഇനി നമ്മൾ പറയുന്നത് ഈ അഡ്വാൻറ്റേജ് ഓഫ് FET ഓവർ BJT ആണ്. ഈ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ നിന്ന് FETക്ക് എന്തെല്ലാം മേന്മകളുണ്ട് എന്ന് പറയുന്നതാണിത്. പർട്ടിക്കുലേഴ്സ്. പിന്നെ ഇവിടെ ഒന്നാമത്തെ കോളേജ് FET, രണ്ടാമത്തെ BJT. ഫസ്റ്റ് പോയിന്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ്, FET എങ്ങനെയാണ്, BJTക്ക് എങ്ങനെയാണ്. FETക്ക് വെരി ഹൈ, BJTക്ക് ലോ ആണ്. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപെഡൻസ് വലുതായിരിക്കുന്നത് FETയുടെ ഒരു മേന്മയാണ്. നമ്പർ 2 ട്രാൻസ്ഫർ കണ്ടക്റ്റൻസ് ലോ, ഇപ്പുറത്ത് വെരി ഹൈ. നോയ്സ് ലെവൽ ലോ നോയ്സ്, മോർ നോയ്സ്. അടുത്തതിൽ തെർമൽ സ്റ്റെബിലിറ്റി, ഗുഡ് തെർമൽ സ്റ്റെബിലിറ്റി, പൂവർ തെർമൽ സ്റ്റെബിലിറ്റി. അപ്പോൾ FETക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ, വളരെ കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. അടുത്ത പോയിൻ്റ് കോസ്റ്റ്. FETയുടെ കോസ്റ്റ് അതല്പം കൂടുതലാണ്. അത് നിർമ്മാണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കോസ്റ്റ് ഓഫ് FET ഈസ് മോർ കോസ്റ്റ്ലി, ഇപ്പോഴത്തെ ലെസ് കോസ്റ്റ്ലി. പിന്നെ സെൻസിറ്റിവിറ്റി ടു റേഡിയേഷൻ. ഈ ലൈറ്റ് വീണാൽ റേഡിയേഷൻ വീണാൽ എങ്ങനെയാണ്, ഇമ്മ്യൂൺ ടു റേഡിയേഷൻ വീണാൽ കുഴപ്പമില്ല. അവിടെ സെൻസിറ്റിവ് ടു റേഡിയേഷൻ മുഴുവൻ വാക്ക് എഴുതണേ. സെൻസിറ്റിവ് ടു റേഡിയേഷൻ. അവിടെ നമ്പർ 7 നേച്ചർ. ഇതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, യൂണിപോളാർ ഡിവൈസ്, ഒറ്റ ചാർജ് കാര്യമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾ. അതുകൊണ്ട് യൂണിപോളാർ ഡിവൈസ് എന്ന് പറയും. ഓൺലി വൺ ടൈപ്പ് ഓഫ് ചാർജ് കാരിയർ ആയതർ ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. ഇത് ബൈപോളാർ. BJT എന്ന് പറയുന്നത് BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. രണ്ടുതരം ചാർജ് കാരിയറാണ് ട്രാൻസിസ്റ്ററിൽ. സാധാരണ ട്രാൻസിസ്റ്ററിൽ രണ്ടുതരം കാരിയറാണ്. FETയിൽ ഒരു കാരിയറേ ഉള്ളൂ. ബൈപോളാർ ഡിവൈസ്, both the types of carriers. FETക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കമ്പാരിസൺ ഓഫ് FET ആൻഡ് BJT ചോദിക്കാം. യു കമ്പയർ FET ആൻഡ് BJT എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാം വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് FET ഓവർ BJT, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് FET ഓവർ BJT ഓവർ BPT. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എങ്ങനെ ചോദിച്ചാൽ അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് കോളേജ് കാണുന്നതില്ല തന്നെ. That is all with your 9th class. We continue. Thank you.